നിങ്ങൾക്ക് സ്വർഗത്തിലെ കഅബയായ ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് അറിയാമോ? പ്രവിശാലമായ ലോകത്തിന് അള്ളാഹു രൂപം നൽകിയപ്പോൾ തന്നെ കഅബയുടെ സ്ഥാനം നിർണയിക്കുകയും അതിലിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തന്നെ ഭൂമിയിൽ കഅബ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമും സന്തതികളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന കഅബ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയിരുന്നു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബയുടെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത്. ഇവർ പണിത കഅബാലയത്തിലാണ് പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുറൈശികൾ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഭൂമിയിലെ കഅബയുടെ നേരെയായി 7 ആകാശങ്ങളിലും ഓരോ കഅബയുണ്ട്. അള്ളാഹുവിൻ്റെ അർശിന് താഴെയുള്ള ബൈത്തുൽ മഅമൂറാണ് ആദ്യത്തെ കഅബ. നമ്മൾ മനുഷ്യർ ഭൂമിയിൽ നമസ്കരിക്കുന്നത് പോലെ ആകാശത്ത് മലക്കുകൾ നമസ്കരിക്കുകയും ത്വവാഫ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണിത്. ഓരോ ദിവസവും മാറി മാറി 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിനെ ത്വവാഫ് ചെയ്യാറുണ്ട്. ലോകാവസാനം വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. മിഅ്റാജ് രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഅമൂർ കണ്ടിട്ടുണ്ട്.